മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കാനുമായി പതിവ് പോലെ ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അനില, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, പതിവ് പോലെ ആദ്യം തന്നെ യുവ വിപണിയിലേക്ക് നോക്കാം. ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുന്ന ഒരു വിപണിയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഡൗ ജോൺസിലേക്ക് വരുമ്പോൾ 0.03% വളരെ നേരിയ ഒരു മാർജിനൽ ഇടിവ് മാത്രം രേഖപ്പെടുത്തി 38,892.8 എന്ന നിലവാരത്തിലും, നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ 0.03% നേരിയ നേട്ടം മാത്രം രേഖപ്പെടുത്തി 16,253.96 ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്ന് അമേരിക്കയുടെ CPI കണക്കുകളൊക്കെ പുറത്തു വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ യുവ വിപണിയുമായി ബന്ധപ്പെട്ട സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 39,200 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡൗ ജോൺസിൽ വീണ്ടും ശക്തമായിട്ടൊരു ബുള്ളിഷ് മൂവ് കാണാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 38,400. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് തിരിച്ചൊരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ നാസ്ഡാക്ക് ഇൻഡെക്സ് 18,400 പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്ക് സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കാവുന്നത് 17,800 പോയിന്റ്. സാറിനൊപ്പം തന്നെ പതിവ് പോലെ കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ക്രൂഡിൽ ഒരു നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഇന്നിപ്പോൾ $91 ഇൻട്രാഡേയിൽ ഇന്നത്തെ വ്യാപാരത്തിൽ $91 മുകളിലേക്കൊക്കെ ഉയരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ബ്രെന്റ് ക്രൂഡ് നിലവിൽ 0.38% നേട്ടത്തിൽ $90.73 എന്നൊരു നിലയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ WTI ക്രൂഡും സമാനമായ ഒരു സ്ഥിതിയിൽ ബാരലിന് $86.72 എന്നൊരു നിലവാരത്തിലുമാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഇന്നലെ ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റി കാണാനിടയായി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നിമിഷങ്ങളിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായിരുന്നു. ബട്ട് ബൈ ക്ലോസിംഗ് ടൈം തിരിച്ച് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ക്രൂഡിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചു. ക്രൂഡിൽ നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ $87.25, രണ്ടാമത്തെ ഒരു റെസിസ്റ്റൻസ് $87.75. രണ്ടാമത്തെ റെസിസ്റ്റൻസ് ആയ $87.75 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ക്രൂഡിന്റെ കേസിൽ അടുത്ത മേജർ 2 റെസിസ്റ്റൻസ് നമ്മൾ കാണാൻ പോകുന്നത് $90 അതിനെ തുടർന്ന് $92 ആയിരിക്കും. സാറിനൊപ്പം തന്നെ ഗോൾഡിലെ കൂടി സാറിന്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഗോൾഡിൽ ഇന്നലെ തുടർച്ചയായിട്ടുള്ള 7ാം ദിവസവും റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. നിലവിലും 0.5% നേട്ടത്തിൽ ട്രോയ് ഔൺസിന് 2,364.2 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സമയമായിട്ടുണ്ടോ ഗോൾഡിൽ? ഗോൾഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. അറ്റ് ദ മൊമെന്റ് നമുക്ക് സ്വർണത്തിന്റെ കേസിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് നമ്മൾ ഈ ഒരു ട്രെൻഡ് നോക്കുമ്പോഴേക്കും 2 മേജർ റെസിസ്റ്റൻസ് ഇനി കാണാൻ പോകുന്നത്. ആദ്യത്തെ $2,405, അതിനെ തുടർന്ന് $2,420. നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ലോങ് പൊസിഷൻ ചെയ്യുക. ബട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് $2,230 മെയിൻറ്റെയിൻ ചെയ്യാം. ആൻഡ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ പോകുന്നുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ റെക്കോർഡുകൾ തകർക്കുന്ന ഒരു വിപണിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല ക്ലോസിംഗും ഒരു ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസും ചെയ്തിട്ടുണ്ടായിരുന്നത്. 22,600 മുകളിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ, കൃത്യമായി പറയുകയാണ് 22,666.3 എന്നൊരു നിലയിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലായ 22,697.3 എന്നൊരു നിലവാരം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇനി അടുത്ത മേജർ റെസിസ്റ്റൻസ് ഏതാണ് സാർ കാണുന്നത്? സോ നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ആൻഡ് നിഫ്റ്റി 50യുടെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 22,840 ആയിരിക്കും. നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ
നിഫ്റ്റി 50 22,300 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ഉള്ള സാധ്യത വളരെ കുറവായിട്ട് എനിക്ക് കാണുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ട്രേഡിംഗിൽ മാരുതി സുസുക്കി വളരെ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. റിലയൻസ് ഇൻഡസ്ട്രീസ് നോക്കുമ്പോഴേക്കും വീണ്ടും ഒരു നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ITCയിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ലാർസൻ ആൻഡ് ടൂബ്രോയിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അൾട്രാടെക് സിമെന്റിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ് ടെക്നോളജി സെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ TCS ഒരു ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ട്രെൻഡ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് TCSന് 3,880 രൂപയുടെ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതും നിഫ്റ്റി 50ക്ക് നല്ലൊരു താങ്ങ് തന്നെയായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നലെ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിലും ഇൻട്രാഡേയിൽ പുതിയൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ നിഫ്റ്റി ബാങ്കിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. 48,716.95 എന്നൊരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 48,581.7 എന്ന നിലവാരത്തിലാണ്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് നിലവിലുള്ള ഈ ഒരു ട്രേഡിംഗ് ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അറൌണ്ട് 48,800 പോയിന്റ്സ്. സോ നല്ലൊരു ചാൻസ് ഉണ്ട് ദാറ്റ് 2-3 സെഷന് നമുക്ക് ഈ നിഫ്റ്റി ബാങ്കിങ് സെക്ടറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ നല്ല ചാൻസ് ഉണ്ട്. ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ. നൗ അങ്ങനെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഈ 48,800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്റ്റോക്ക് നാച്ചുറലി ഇറ്റ് വിൽ ബി HDFC ബാങ്ക്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ആൻഡ് മറ്റ് ചില ബാങ്കിങ് സ്റ്റോക്സിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക്, അതുപോലെ തന്നെ ICICI ബാങ്ക് ആൻഡ് ആക്സിസ് ബാങ്ക്, ഈ 3 സ്റ്റോക്സിലും നമുക്ക് ഡെഫിനറ്റ്ലി വി ക്യാൻ പേ എ ലോട്ട് ഓഫ് അറ്റൻഷൻ. സാർ ഇപ്പൊ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആക്സിസ് ബാങ്കിലൊക്കെ നല്ലൊരു മുന്നേറ്റത്തിനുള്ള ഒരു സാധ്യതയുണ്ടെന്ന്. ആക്സിസ് ബാങ്കിലേക്ക് തന്നെയാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രൈവറ്റ് പ്ലേസിൽ ഏറ്റവും അധികം ഒരു മികച്ചൊരു പ്രകടനം നടത്തുന്ന ഓഹരികളിൽ ഒന്നാണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. ഇന്നലെ നോക്കുകയാണെങ്കിലും 1.5% നേട്ടത്തിൽ 1,077 രൂപ എന്നൊരു നിലവാരത്തിലാണ് ആക്സിസ് ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇൻട്രാഡേ ഹൈ പരിശോധിക്കുകയാണെങ്കിൽ 1,079.45 അതായത് ഇൻട്രാഡേക്ക് ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ആക്സിസ് ബാങ്കിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബെയിൻ ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഓഹരിയിൽ നിന്ന് എക്സിറ്റ് ആകുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുണ്ടാവുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആക്സിസ് ബാങ്കുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ആക്സിസ് ബാങ്കിന്റെ കേസിൽ നമ്മൾ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1,085 രൂപ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് അല്ലെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് 1,100 രൂപയിലായിരിക്കും. ആക്സിസ് ബാങ്കിന്റെ നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറണമെങ്കിൽ 1,030 രൂപയുടെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യണം. സർ അതിനോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പോൾ ഇൻഡെക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും അധികം നേട്ടം രേഖപ്പെടുത്തുകയും നിഫ്റ്റിക്ക് ശക്തമായിട്ടൊരു സപ്പോർട്ട് നൽകുകയും ചെയ്തത് നിഫ്റ്റി ഓട്ടോ സൂചിക തന്നെയാണ്. ഏകദേശം 2% നേട്ടത്തിലായിരുന്നു നിഫ്റ്റി ഓട്ടോയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ഓട്ടോയിൽ തന്നെ എക്സൈഡ് ഇൻഡസ്ട്രീസിൽ ഇന്നലെ വലിയ തോതിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇൻട്രാഡേയിൽ വലിയ തോതിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുകയും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏകദേശം 17% നേട്ടത്തോടു കൂടിയാണ്. എക്സൈഡ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? അതിനോടൊപ്പം തന്നെ ഈ ഒരു ഇൻഡെക്സുമായി ബന്ധപ്പെട്ട എക്സ്പെക്ടേഷൻസ് കൂടി പങ്കുവെക്കാമോ? സോ എക്സൈഡ് ഇൻഡസ്ട്രീസ് അല്ല പറഞ്ഞതുപോലെ ഒരു റെക്കോർഡ് നേട്ടമായിരുന്നു കാഴ്ചവെച്ചത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നും നാളത്തെ ട്രേഡിംഗിലും ദർ ഇസ് എ നൈസ് പോസിബിലിറ്റി ദാറ്റ് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്ക് നേരിടുമെന്ന്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു 340-360 രൂപ റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. നൗ അല്ല എൻ്റെ ഇടയ്ക്ക് എക്സൈഡ് ഇൻഡസ്ട്രിയെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ ഒത്തിരി നേട്ടം നൽകിയ മറ്റൊരു സ്റ്റോക്കായിരുന്നു അമരരാജ എനർജി ആൻഡ് മൊബിലിറ്റി. ആ ഒരു സ്റ്റോക്കിൽ ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആൻഡ് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ 22,067 പോയിന്റിലായിരുന്നു ട്രേഡിംഗ് അവസാനിച്ചത്.
ആൻഡ് മൈ എക്സ്പെക്ടേഷൻ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് വീണ്ടും നമുക്ക് നേട്ടം നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് ഇന്ത്യയുടെ 4ാം പാദ ഫലങ്ങൾ, 2024 സാമ്പത്തിക വർഷത്തിലെ അവസാന പാദഫലങ്ങളുടെ ഒരു സ്റ്റാർട്ട് ഈ ഒരു ആഴ്ച ആരംഭിക്കുകയാണ്. TCS ആണ് ഒരു മേജേഴ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് റിസൾട്ട് പുറത്തു വരാനിരിക്കുന്നത്. TCSനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റിസൾട്ടിൽ, അതായത് ഈ ഒരു മേജർ HCL ടെക് അടക്കമുള്ള മേജേഴ്സിൽ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളത് TCS ആണ് എന്നാണ് വിവിധ ബ്രോക്കറേജുകൾ ഇപ്പോൾ എക്സ്പെക്ടേഷൻ പങ്കുവച്ചിരിക്കുന്നത്. അവരുടെ ഒരു വരുമാന സാധ്യത പരിശോധിക്കുകയാണെങ്കിലും വാർഷികാടിസ്ഥാനത്തിൽ ഏകദേശം 5 മുതൽ 6% വരെ ഒരു വളർച്ച രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് വിവിധ ബ്രോക്കറേജുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ എബിഡ മാർജിനിലും ഒക്കെ കാര്യമായിട്ടൊരു മോഡറേറ്റ് പുരോഗതി രേഖപ്പെടുത്താൻ സാധിക്കുമെന്നും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ TCSന്റെ ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ മാർച്ച് പകുതിയോടെ വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ടൊരു സൂചിക ഓഹരി പിന്നീട് വലിയ തോതിലൊരു മുന്നേറ്റം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. TCSുമായി ബന്ധപ്പെട്ട സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? TCSന്റെ നിലവിലുള്ള ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടുമാണ് കാണുന്നത്. TCSന്റെ കേസിൽ ഈ ആഴ്ച നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. സോ ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുകയോ വേണ്ട. നമുക്ക് ടെക്നോളജി സെക്ടറിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടാറ്റ ഗ്രൂപ്പിൽ തന്നെയുള്ള ടാറ്റ ടെക്നോളജിയിലായിരിക്കാം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ടത്. ടാറ്റ ടെക്നോളജിയുടെ കേസിൽ കഴിഞ്ഞ 3 സെഷൻസ് ആയിട്ട് അതിലൊരു നല്ല പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമുക്ക് ഇന്നും ആ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആൻഡ് നമുക്കൊരു 1080 രൂപയ്ക്ക് അടുത്ത് ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. സർ, അതിനോടൊപ്പം തന്നെ ടാറ്റയെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഇന്നലെ 0.5% നേട്ടത്തിൽ 1012.7 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിലും മാർച്ച് 5-ാം തീയതി രേഖപ്പെടുത്തിയ 1065.6 ടാറ്റയെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നവരുടെ JLRന്റെ സെയിൽസിൽ ഏകദേശം 20% വാർഷിക വളർച്ച കൈവരിച്ചുകൊണ്ട് മികച്ച ഒരു സെയിൽസ് റിസൾട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ടാറ്റ മോട്ടോറിന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1020 രൂപയുടെ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ പുതിയൊരു ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ സാറിന്റെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവ ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ടാറ്റ ടെക്നോളജി ആയിരുന്നു. ടാറ്റ ടെക്നോളജിയിൽ തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നു. PSU ബാങ്ക്സിലെ സ്മോൾ PSU ബാങ്ക്സിൽ എനിക്ക് ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ്. മറ്റ് ചില സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സെക്ടറിൽ എൻ്റെ ശ്രദ്ധ വന്നിരിക്കുന്നത് ഒന്ന് ആൽക്കൽ അമീൻസ്, രണ്ടാമത്തെ ബാലാജി എമൈൻസ്. ഈ 2 സ്റ്റോക്കിലും നമുക്ക് കഴിഞ്ഞ ആഴ്ച വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ ആഴ്ച അവസാനിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റ് ലാർജ് ക്യാപ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോക്ക് നിലവിൽ LIC ഓഫ് ഇന്ത്യ. LICയിലെ ഡിസ്ക്ലോഷർ എനിക്കൊരു ലോങ് പൊസിഷൻ ഉണ്ട്. രണ്ടാമത്തെ അഗെയിൻ ഒരു മിഡ് ക്യാപ് സ്പേസിലോട്ട് വരുമ്പോഴേക്കും ഡാറ്റാമാറ്റിക്സ് ഗ്ലോബലിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. GE പവറിൽ ഒരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പിന്നീട് നമ്മൾ ഈ സ്മോൾ ക്യാപ് സെഗ്മെന്റിലോട്ട് വരുമ്പോഴേക്കും കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് ട്രാക്സൺ ടെക്നോളജി. സോ ട്രാക്സൺ ടെക്നോളജിയിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ആഴ്ച തന്നെ ഈ ഒരു കറക്ഷൻ പൂർത്തിയായിട്ട് നമുക്ക് വീണ്ടും ഒരു ബൈയിങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ടേൺ അറൗണ്ട് അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽ നോക്കുമ്പോഴേക്കും ഗോ ഫാഷൻ ആൻഡ് അതുപോലെ തന്നെ മാപ്പ് മൈ ഇന്ത്യയിൽ ഈ 2 സ്റ്റോക്സിലും നല്ല ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ഇപ്പോൾ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് സംഗീത് എന്ന പ്രേക്ഷകൻ
ചമ്പൽ ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 1% ഇടിവിൽ 377.25 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 4-ാം തീയതി രേഖപ്പെടുത്തിയ 402.9 ആണ്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? ചമ്പലിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് എനിക്ക് ഒരു പുതിയ ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ചമ്പൽ ഫെർട്ടിലൈസർ എന്നൊരു കമ്പനിയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മെഡ്രാസ് ഫെർട്ടിലൈസേഴ്സിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ബേസ്ഡ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 10-15 ദിവസങ്ങളായിട്ട് ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ദീപക് നൈട്രൈറ്റ് ഈ രണ്ട് സ്റ്റോക്സിലും പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള ഫ്രാൻചൈസി എന്നൊരു പ്രേക്ഷകൻ അദാനി സ്റ്റോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു പൊതുവെയുള്ള വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. അദാനി സ്റ്റോക്സിൽ പ്രധാനമായും സാറിന്റെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? അദാനി സ്റ്റോക്സ് നോക്കുമ്പോഴേക്ക് അദാനി വിൽമ കഴിഞ്ഞ 4-5 സെഷൻസ് ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും അട്രാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഇന്നലെ ക്ലോസിംഗ് അല്പം വീക്കായിരുന്നു. ബട്ട് ഈ ആഴ്ച നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ സ്റ്റോക്കിന് 340 രൂപയുടെ മുകളിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഈ ആഴ്ച 340 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ I am expecting that we will see a low risk buying opportunity. അഡാനി പോർട്ടിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 4 സെഷൻസ് ആയിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ 1300-1320 രൂപയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. എൻറ്റയർ അഡാനി സ്പേസ് നോക്കുമ്പോഴേക്ക് ഏറ്റവും അധികം ഔട്ട് പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഇസ് അഡാനി പോർട്സ്. ആൻഡ് അഡാനി പോർട്സിൽ വീണ്ടും കഴിഞ്ഞ 4 സെഷൻസ് ആയിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിലും 1300 രൂപയ്ക്ക് അടുത്ത സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി വിൽ ഗെറ്റ് ആൻ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. മറ്റ് അഡാനി സ്റ്റോക്സ് ലൈക്ക് അഡാനി എന്റർപ്രൈസസ്, അഡാനി എനർജി, അഡാനി ഗ്രീൻ ഇതിലൊക്കെ ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് കണ്ടിന്യൂസ് ടു ബി സൈഡ് വേസ്. ബട്ട് എല്ലാ അഡാനി സ്റ്റോക്സിലും നമുക്ക് ബുള്ളിഷ് സെറ്റപ്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണുന്നത്. So let us wait and watch for strong closing. ഒരു ഏതെങ്കിലും ഈ ആഴ്ച ഒരു ദിവസം ഒരു ശക്തമായിട്ട് ഈ സ്റ്റോക്സിൽ ഒരു ക്ലോസ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ബൈയിങ് സിഗ്നലായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. സിജു കെ ജോയ് എന്ന പ്രേക്ഷകൻ ന്യൂലാൻഡ് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 4% ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ എന്താണ്? So Newland Lab is a small cap stock, but ഒരു ഹൈലി പ്രൈസ്ഡ് ഒരു ഫാർമ സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഈ സ്റ്റോക്ക് ഒരു 52 വീക്ക് ഹൈ അറൌണ്ട് 7300 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ സ്റ്റോക്കിൽ ഒരു വീക്ക് ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഐ തിങ്ക് ഈ സ്റ്റോക്കിൽ കറക്ഷൻ തുടരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്റ്റോക്കിന്റെ അടുത്ത മേജർ സപ്പോർട്ട് കാണുന്ന 5600 രൂപയില. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിന്റെ അടുത്ത മേജർ സപ്പോർട്ട് ഏരിയ 5200 രൂപയിലായിരിക്കും. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ പൊസിഷൻ റെഡ്യൂസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. തിരിച്ച് ഈ സ്റ്റോക്കിൽ ഒരു ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 6800 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സാറിനോടൊപ്പം നിഖിൽ എന്നൊരു പ്രേക്ഷകൻ ക്യൂപിഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യൂപിഡ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏകദേശം 1.5% ഇടിവിൽ 127 രൂപ എന്നൊരു നിലയിലായിരുന്നു. ക്യൂപിഡ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? So ക്യൂപിഡിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഷോർട്ട് ടേം ഒരു അല്പം ബുള്ളിഷ്നെസ് ഉണ്ടെങ്കിലും ഒരു ബൈയിങ് അവസരം എനിക്ക് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ക്യൂപിഡിൽ നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 118 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക.
ക്യൂബിൻ എന്ന പ്രേക്ഷകൻ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 1.5% നേട്ടത്തിൽ 225.15 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2-ാം തീയതി രേഖപ്പെടുത്തി 273.9 ആണ്. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? സോ എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ നിലവിലുള്ള ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 240 രൂപയിലും 240 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് ഈ കറന്റ് ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അതിനോടൊപ്പം ഇതിനെ തങ്കമ്മ ചാക്കോ എന്ന പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് ഇൻഫോസിസിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് എന്നാണ്. ഏപ്രിൽ 18-നാണ് റിസൾട്ട് വരാനിരിക്കുന്നത്. ഇൻഫോസിസുമായി ബന്ധപ്പെട്ട സാറിന്റെ Q4 റിസൾട്ടുമായി ബന്ധപ്പെട്ട സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ഇൻഫോസിസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീക്ക് ആയിട്ട് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻസ് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുക. ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് TCSൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫോസിസിന്റെ കേസിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ രണ്ട് സ്റ്റോക്സിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റൊരു വലിയൊരു ടെക്നോളജി സ്റ്റോക്ക് HCL ടെക്നോളജി. HCL ടെക്നോളജിയുടെ കേസിലും 1500 രൂപ ഇസ് എ മേജർ സപ്പോർട്ട് ഏരിയ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഈവൻ HCL ടെക്നോളജി അറ്റ് ദ മൊമെന്റ് ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ആൻഡ് അവസാനമായിട്ട് വിപ്രോയുടെ കേസ് എടുക്കുമ്പോഴേക്കും വിപ്രോ ഓൾസോ ക്ലോസ്ഡ് വെരി വീക്ക് യെസ്റ്റർഡേ. വിപ്രോയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 470 രൂപ. 470 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. മറ്റൊരു പ്രേക്ഷകൻ ബന്ധൻ ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിൽ ഇന്നലെ 6% ഇടിവിൽ 185.1 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ബന്ധൻ ബാങ്കുമായി ബന്ധപ്പെട്ട തങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? ബന്ധൻ ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഈ സ്റ്റോക്കിൽ നേരിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാനിടയായി. ആൻഡ് ഇന്നലെ നടന്നിരിക്കുന്ന ആ ഒരു വലിയ വീഴ്ച ഞാൻ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ടാണ് വിലയിരുത്തുന്നത്. നമ്മൾ അടുത്ത 4 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ സ്റ്റോക്കിന് 172 രൂപയുടെ മുകളിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ സ്ഥിരീകരിക്കേണ്ടത്. 172 രൂപയുടെ മുകളിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടമിംഗ് വന്നു എന്ന് വിലയിരുത്താൻ സാധിക്കും. ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്നത്തെ ട്രേഡിംഗിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൃഷ്ണ നാരായണൻ എന്ന പ്രേക്ഷകൻ NBCC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 2% ഇടിവിൽ 135.3 എന്ന നിലയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. NBCCയുമായി ബന്ധപ്പെട്ട സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? NBCCയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നുണ്ട്. But short term, we are to expect a profit taking. So ഈ സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും മാർച്ച് മാസത്തിൽ ഇതിന്റെ ലേറ്റസ്റ്റ് ബോട്ടം ഫോം ചെയ്തിരിക്കുന്നത് 105 രൂപയല്ല. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് 140 രൂപ 70 പൈസ വരെ എത്തിയിരുന്നു. സോ ഈ സ്റ്റോക്കിൽ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ 120, 125 ഈ ഒരു റേഞ്ചാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റേഞ്ചിൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തലാണ്. ഓഹരി ഇന്നലെ വളരെ നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തി 223.7 എന്ന നിലയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഭാരത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? ഭാരത് ഇലക്ട്രോണിക്സിന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയി തുടരുന്നുണ്ട്. ഓൺലി തിങ് ഈസ് ഈ ഒരു ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് നിലനിർത്താൻ വേണ്ടി നമ്മൾ 218 രൂപയിൽ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ശക്തമായിട്ട് ഒരു മുന്നേറ്റം കാണണമെങ്കിൽ 230 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ജിബിൻ തരകൻ എന്ന പ്രേക്ഷകൻ അപാർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയി 7355 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപാർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യൂ എന്താണ്?
Apar Industries-ന്റെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6,900 രൂപയിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സന്തോഷ് പി ചീരൻ എന്ന പ്രേക്ഷകൻ IFCI ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.5% നേട്ടത്തിൽ 47.4 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. IFCI ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഫോക്കസിലുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? IFCIയുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ടു ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ 50 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ വി ആർ ഗോയിങ് ടു സീ എ ഷാർപ്പ് മൂവ് അപ്പ്. കിരൺ എന്ന പ്രേക്ഷകൻ സൊമാറ്റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.7% നേട്ടത്തിൽ 192 രൂപ എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സൊമാറ്റോയുമായി ബന്ധപ്പെട്ട താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? സൊമാറ്റോയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 185 രൂപയിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. IRFCയുമായി ബന്ധപ്പെട്ട ക്വയറീസ് കൂടി വന്നിട്ടുണ്ട്. IRFC കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നേരിയൊരു നേട്ടത്തോടു കൂടിയാണ്. IRFCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ വ്യൂ എന്താണ്? IRFC ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 154 രൂപ. 154 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ 12 മുതൽ 17 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. സർ, ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു സെഷന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് എല്ലാ ക്വയറീസും അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. എന്നിരുന്നാൽ പോലും വീണ്ടും പ്രദീപ് സാർ നമ്മളോടൊപ്പം റീജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ക്വയറീസ് എല്ലാം തന്നെ കഴിവതും അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങളും അതിനോടൊപ്പം തന്നെ എക്സ്പെക്ടേഷൻസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.